ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ആര്യനും ജിസയിലും തമ്മിൽ ഒരു ബെഡ്റൂം ഏരിയയിൽ വെച്ച് നടന്ന ഒരു കോൺവെർസേഷൻ ആണ്. കണ്ടിട്ട് എനിക്ക് ചിരി വന്നു കേട്ടോ. കാരണം എനിക്ക് വളരെ രസമുള്ള ഒരു സംഭവമായിട്ടാണ് ഫീൽ ചെയ്തത്. അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഒരു സെഗ്മെന്റ് തന്നെ ആര്യന്റെയും ജിസയിലിന്റെയും കാര്യം പറയാനായിട്ട് വീണ്ടും മാറ്റി വെച്ചതായിട്ട് കണ്ടു. അതില് ജിസയിലിന്റെ വായിന്ന് അറിയാതെ വീണതാണോ അതോ ജിസയിൽ മനഃപൂർവ്വം പറഞ്ഞതാണോ എന്ന് അറിയത്തില്ല. അനീഷിന്റെ അടുത്ത് പറഞ്ഞ ആ ഒരു കേസ് ഉണ്ടല്ലോ, ലക്ഷ്മി പൊസസീവ്, ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ വീണ്ടും ലാലേട്ടന്റെ അടുത്തോട്ട് പറയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പൊ ആ ഒരു കാര്യം വെച്ചിട്ട് ആര്യം പറയുന്നുണ്ട്, നിനക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? എങ്ങനെയും ഒന്ന് ജീവിച്ച് പൊയ്ക്കോട്ടെ ജിസയിലെ. അവരുടെ ഭാര്യയും അവരുടെ ഭർത്താവും മോനും ഒക്കെ വിചാരിക്കും ഞാൻ ലൈൻ അടിക്കാൻ നോക്കുവാണെന്ന്. അപ്പോൾ ജിസയിൽ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്നുള്ള രീതിയിൽ ജിസയിൽ പറയുന്നുണ്ട്. അപ്പം ജിസയിൽ പിന്നെ പറയുന്ന ഒരു കാര്യം, നീ ഉറങ്ങുന്ന സമയത്ത് ഞാൻ എല്ലാവരെയും ഓടിച്ചു വിടും, നീ ഉറങ്ങട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഓടിച്ചു വിടുന്ന അത്രയും നല്ലൊരു ഫ്രണ്ടാണ് ഞാൻ, എന്നിട്ട് നീ എന്താണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷനാണ്. പിന്നെ ജിസയിൽ ഈ ഒരു കോൺവെർസേഷന്റെ അവസാനം പറയുന്നുണ്ട്, അവള് വലിയ ഫ്രണ്ടാണ്, ഞാൻ ചെറിയ ഫ്രണ്ടാണ്, അതുകൊണ്ടല്ലേ നീ അവളെ ഓടിച്ചു വിടാതെ എന്നെ ഓടിച്ചു വിടുന്നത്. അതാണ് ഈ ഒരു പ്രശ്നത്തിന്റെ കാരണം തന്നെ. ആര്യൻ എപ്പോഴോ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഏതോ കഷ്ടകാലത്തിന് ജിസേലിനെ ഒന്ന് ഓടിച്ചു വിട്ടു. എന്നിട്ട് ലക്ഷ്മി അവിടെ വന്നിരുന്നപ്പോ ആര്യൻ ഓടിച്ചു വിട്ടില്ല. അതിന്റെയാണ് നമ്മൾ ഈ കാണുന്നത് മൊത്തം. അത് ജിസേല് പോയി അനീഷിന്റെ അടുത്ത് പരാതി പറയുന്നു, പിന്നീട് ഇപ്പൊ ലാലേട്ടന്റെ അടുത്ത് പരാതി പറയുന്നു. ഞാൻ ആകെ ഫുൾ അങ്കമട്ടായിരുന്നു. ജിസേലിനെ ഇങ്ങനെ എന്നിട്ട് പല്ല് കടിക്കുന്നവനെ കാണിക്കുന്നുണ്ട്, ചൊറിഞ്ഞു വരുന്നു, നാക്ക് ചൊറിഞ്ഞു വരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആര്യം കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഫ്രണ്ട്ലി കോൺവെർസേഷൻ ആണ്. രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. ജിസയില് പുറത്താവുമ്പോൾ ആര്യൻ വാവിട്ട് കരയുന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അത്രയും നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള വ്യക്തികളാണ്. ആര്യൻ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ജിസയില് പുറത്താവുന്നത്. അപ്പോൾ അത് എങ്ങനെ ആര്യൻ ഡീൽ ചെയ്യും എന്നുള്ളത് കണ്ടറിയാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.